everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ FIUGP സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റെഗുലേഷൻസ് എന്ന സബ്ജക്റ്റിലെ 17th ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള 16 ചാപ്റ്റേഴ്സും നമ്മൾ വിത്ത് സിമ്പിൾ നോട്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ, ഏതെങ്കിലും ചാപ്റ്റേഴ്സ് മിസ്സായി പോയ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ഇൻസ്റ്റ ത്രൂ ആണ് അറിയിക്കുക. അപ്പോൾ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ FIUGP കുട്ടികളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയിട്ട് എല്ലാത്തിലും ഒന്ന് ജോയിൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 17 പോവാം. ചാപ്റ്റർ 17 പേരെന്ന് പറയുന്നത് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, contract of sale of goods is a contract where the sellers transfer or agrees to transfer the property in goods to the buyer for a price. അപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാരാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഒരു സെല്ലറുമുണ്ട്, അതേപോലെ തന്നെ ഒരു ബയ്യറും ഉണ്ട്. അപ്പോൾ ഒരു നിശ്ചിത പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ഗുഡ്സ് അവിടെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള എഗ്രിമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റാണ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സായിട്ട് വരുന്നത് രണ്ട് പാർട്ടീസ് എന്തായാലും ഉണ്ടായിരിക്കണം. നമുക്കറിയാം, രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് ഒരാൾ ബയ്യർ, അടുത്ത ആൾ സെല്ലറുമാണ്. ദെൻ ഇതൊരു കോൺട്രാക്റ്റ് ആണ്. ദെൻ മൂവബിൾ ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ് നമ്മളിത് ചെയ്യാറുള്ളത്. സാധാരണ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓഫ് കോഴ്സ് ഡീലിംഗ് ഓഫ് പ്രൈസ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. മറ്റുള്ള കോൺട്രാക്റ്റിലുള്ള ഫോർമാലിറ്റീസ് ഒക്കെ പാലിച്ചിട്ടുണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ഫോം കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിലാണ്. സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഉണ്ട്, ഫ്യൂച്ചർ ഗുഡ്സ് ഉണ്ട്, കണ്ടിൻജൻറ്റ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സ് അതിൻ്റെ താഴെ തന്നെ രണ്ടെണ്ണം വന്നിട്ട് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അത് സബ്ജക്റ്റ് മാറ്റർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ വസ്തു നിലവിൽ ആ ഒരു വസ്തുവിൻ്റെ സ്ഥിതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് മാറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എക്സിസ്റ്റിംഗ് ഗുഡാണ്. Goods which are owned or possessed by the seller at the time of the contract of sale are called existing good. അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആ സമയത്ത് സെല്ലറിൻ്റെ കയ്യിൽ ആ വസ്തു ആ സമയത്ത് ഉണ്ടെങ്കിൽ അതിനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുക. അപ്പം ഞാൻ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ എൻ്റെ കൈവശം ഒരു ഡിയോ ഉണ്ട്. ഞാനത് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആ വണ്ടി ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുക. അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, സ്പെസിഫിക് ഗുഡ്സും അസർട്ടൈൻഡ് ഗുഡ്സും. 3 ഉണ്ട്, അൺഅസർട്ടൈൻഡ് ഗുഡ്സും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ ദ ടൈം വെൻ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് ഇവിടെ സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് ആ ഗുഡ്സ് അവിടെ ഉണ്ട്. ആ ഒരു ഗുഡ്സിൻ്റെ മേലെ തന്നെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, കോൺട്രാക്റ്റ് എഗ്രി ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് അസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. These are the goods which are identified by the parties subsequent to the information of the contract of sale. The identification take place at a later date. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ആടിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ആടിനെ വിൽക്കാനുണ്ട് എന്ന് പറയുന്നു, നമ്മളത് സമ്മതിക്കുന്നു, നമ്മൾ ഇത്ര പൈസയ്ക്ക് ആ ഒരു ആടിനെ മേടിക്കാം എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആളുടെ കയ്യിൽ, ഇപ്പോൾ ഈ സെല്ലറിൻ്റെ കയ്യിൽ ഒരു 10 ആടുണ്ട്, ഇതിലേത് ആട് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല.
ഓക്കെ, അപ്പോൾ പിന്നീടാണ് നമ്മൾ അതിൻ്റെ പൈസയുടെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് ഒരു ഡേറ്റിലാണ്, ഇപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ആടിനെ വന്ന് കാണാം എന്ന് പറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീലിങ്സ് നടത്തുന്ന സമയത്ത് ആ ആടിനെ നമ്മൾ കണ്ടിട്ടില്ല, സെലക്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ അത് പിന്നീടുള്ളൊരു ഡേറ്റ് വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫിക്കേഷൻ ടേക്ക് പ്ലേസ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. ഓക്കെ, പക്ഷെ നമ്മൾ സ്പെസിഫിക് ഗുഡ്സിൻ്റെ കേസ് എന്താ പറഞ്ഞത്? ഇപ്പോൾ ആടിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുവാണെങ്കിൽ ആ ആളുടെ വീട്ടിൽ പോയി ഈ ആടിന് എനിക്ക് വേണം എന്ന് പറഞ്ഞ് അറ്റ് ദ സെയിം ടൈം നമ്മളവിടെ സെലക്ഷൻ നടത്തുവാണ്. അപ്പോൾ ആ ഒരു എഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. കോൺട്രാക്ട് ഓഫ് സെയിൽ എപ്പോഴാണോ നടത്തുന്നത് അപ്പോൾ കൃത്യമായിട്ട് അപ്പം തന്നെ ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ആട് എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുക. ഇനി പിന്നീട് ഒരു ഡേറ്റിൽ നമ്മൾ സെലക്ഷൻ കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുക. ഇനി അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ മുന്നേ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടോ കാര്യങ്ങളൊന്നുമില്ല. കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് ആ ഒരു എന്നാണോ നമ്മളതിൻ്റെ കച്ചവടം നടക്കുന്ന ആ സമയത്ത് സെലക്ട് ചെയ്യാം എന്നുള്ള രീതിക്ക്. അതാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഇനി അടുത്തത് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ആർ ടു ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്യൂർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് ഇവിടെ ആ ഒരു ഗുഡ് നിലവിൽ നമ്മുടെ കയ്യിലില്ല. ആ ഒരു വസ്തു, നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന വസ്തു നിലവിൽ നമ്മുടെ കയ്യിലില്ല. നമ്മൾ അതിൻ്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് പൈസയുടെ ഡീലിങ്സ് ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വസ്തു നമ്മൾ ഉണ്ടാക്കുക പോലും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ മില്ലുകളിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏത് സമയത്ത് ചെന്നാലും അവർ വെളിച്ചെണ്ണയൊക്കെ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ മില്ലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുകയാണ് നിങ്ങളുടെ ക്യാൻ ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ, നമ്മൾ വെളിച്ചെണ്ണ ആട്ടാൻ പോണേ ഉള്ളൂ, അപ്പോൾ കൊപ്ര ആട്ടാൻ പോണേ ഉള്ളൂ, അപ്പോൾ ക്യാനും അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ തന്നിട്ട് പൊക്കോളൂ, നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എത്തിച്ചു തരാം, വീട്ടിലേക്ക് എത്തിച്ചു തരാം എന്ന് പറയുവാണ്. അപ്പോൾ നമ്മളിവിടെ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പൈസ കൈമാറുന്ന സമയത്ത് ആ വെളിച്ചെണ്ണ അവിടെ ഇല്ല, അവിടെ കൊപ്ര മാത്രമേ ഉള്ളൂ, വെളിച്ചെണ്ണ അവിടെ ഇല്ല. ഫ്യൂച്ചറിൽ ആ ഒരു വെളിച്ചെണ്ണ ആയി മാറുകയാണ് അത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അടുത്തത് മൂന്നാമത്തതാണ്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തത് കണ്ടിൻജൻറ്റ് ഗുഡ്സ് ആണ്. Contingent goods are the type of future goods that acquisition of which by the seller depends upon the contingency which may or may not happen. They are also a type of future goods and therefore contract for sale of contingent goods operate as an agreement to sell. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഗുഡ്സ് പോലെ തന്നെ സർട്ടൻ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും ഇവിടെ ആ ഒരു ഗുഡ്സ് നമ്മൾ വിൽക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു കർഷകനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ ഈ കർഷകൻ ഇപ്പോൾ ഒരു പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വിത്തുകളൊക്കെ ആൾ വിതച്ചിട്ടേ ഉള്ളൂ, പച്ചക്കറി ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴേ തന്നെ ആളോട് പറയുകയാണ് വിളവെടുക്കുന്ന സമയത്ത്, ഇപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ പറയുകയാണ് വിളവെടുക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും തക്കാളിയും വെണ്ടയ്ക്കും തന്നോളൂ എന്ന് പറയുവാണ്. അപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസിൻ്റെ പുറത്ത് നമ്മൾ ആളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ദേ ആർ ഓൾസോ എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഗുഡ്സിൻ്റെ, അല്ലെങ്കിൽ ഇത് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് ചോദിച്ചിട്ടും വരാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടും വരാം. അടുത്ത ടോപ്പിക്കാണ്. ഇനി ഇങ്ങനെ കുട്ടി കുട്ടി ടോപ്പിക്കുകളാണ് കേട്ടോ വരണേ. സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജനറലി സെയിൽസ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഇൻ കൺസിഡറേഷൻ ഓഫ് ദി പ്രൈസ് പെയ്ഡ് ഓർ പ്രോമിസ് ഓഫ് അനദർ വാല്യൂബിൾ കൺസിഡറേഷൻ. സെയിൽസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ പൈസ വാങ്ങിക്കൊണ്ട് നമ്മൾ വിൽക്കുന്നു, അതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയാം. എഗ്രിമെൻറ്റ് ടു സെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ
യെസ്, എഗ്രിമെൻറ്റ് ടു സെൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് the transfer of the property in the goods is to take place at a future time or subject to some conditions thereafter to be fulfilled എന്നാണ് പറയുന്നത്. അതായത് ഫ്യൂച്ചർ ടൈമിൽ എന്തെങ്കിലും നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ വിൽപ്പന നടത്തുന്നുള്ളൂ. അതിനെയാണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുക. അതായത് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങുകയാണ്, പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങി വീട്ടിലേക്ക് പോരുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള കണ്ടീഷൻസോ വേറെ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല. അതാണ് പ്രോപ്പർ സെയിൽ എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിന് എഗ്രിമെൻറ്റ് തയ്യാറാക്കി അതിൽ ലോൻ്റെ ടേംസ് കൊണ്ടുവന്ന് അതിനൊരു കോൺട്രാക്റ്റ് ആക്കി മാറ്റി അതിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നു. ആ കണ്ടീഷൻസ് നമ്മൾ തീർച്ചയായിട്ടും ഫുൾഫിൽ ചെയ്യണം. അത് ഫുൾഫിൽ ചെയ്താൽ മാത്രം ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ അതിൻ്റെ സെയിൽ നടത്തുന്നു. ഇത്രയും ഫോർമാലിറ്റീസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് ഒരു എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സെയിൽ ആൻഡ് ആൻ എഗ്രിമെൻറ്റ് ടു സെയിൽ. സെയിൽ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്. എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒബ്ലിഗേഷൻസ് മീൻസ് ചുമതലകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അതായത് കടയിൽ പോകുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, കടക്കാരൻ സാധനം തരുന്നു. അവിടെ രണ്ട് കൂട്ടരും അവരുടെ ഒബ്ലിഗേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ദീസ് ആർ ദി എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ്. അപ്പോൾ നമ്മുടെ സെയിൽ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡേറ്റിൽ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന സെല്ലിനെയാണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുക. അപ്പോൾ അതൊരു എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണ്. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഫ്യൂച്ചർ ഡേറ്റിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആയിട്ട് അതിനെ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, പ്രോപ്പർട്ടീൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ പോയി പൈസ കൊടുത്തു, ഉടനടി നമുക്ക് സാധനം നമ്മുടെ കയ്യിൽ കിട്ടുവാണ്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ബയർ ടേക്ക് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി സോ ദാറ്റ് ദ സെല്ലർ ഈസ് നോ മോർ ദി ഓണർ ഓഫ് ദി ഗുഡ് സോൾഡ്. പിന്നെ ആ വസ്തു നമ്മുടെയാണ്, ആ ഒരു സെല്ലറിൻ്റെ അല്ല ആ ഒരു വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇമ്മീഡിയറ്റ്ലി ആണ് സെയിലിൻ്റെ കേസിൽ നടക്കുന്നത്. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിലോ നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഓഗസ്റ്റ് 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നമുക്കിതിൻ്റെ എഗ്രിമെൻറ്റ് നമുക്ക് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ആ ഒരു വസ്തു കൈമാറ്റം ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ഡേറ്റിലാണ് നടക്കുന്നത്. ആ സമയത്ത് മാത്രമേ ആ വസ്തു ബയ്യറിൻ്റെ സ്വന്തമാവുകയുള്ളൂ. ഇനി അടുത്തത് റിസ്ക് ഓഫ് ലോസ് ആണ്. In a sale, as the buyer becomes the owner of the goods, he has to suffer the loss if the goods are subsequently damaged or destroyed. അതായത് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു, കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ് അതിന് കുറച്ച് ഡാമേജ് ഉണ്ടെന്ന്. പക്ഷേ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു, പിന്നെ അത് നമ്മുടെയാണ്, അപ്പോൾ പിന്നെ അതിന് എന്ത് റിസ്ക് വന്നാലും നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഓണർഷിപ്പ് ഡസ് നോട്ട് പാസ് ടു ദ ബയ്യർ, ദ റിസ്ക് ഓൾസോ ഡസ് നോട്ട് പാസ് ടു ഹിം ആൻഡ് റിമെയിൻസ് വിത്ത് ദ സെല്ലർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സെല്ലർ പറയാണ് എൻ്റെ കയ്യിലൊരു കാറുണ്ട്, ഞാൻ ഓഗസ്റ്റ് 30 അതിൻ്റെ സെയിൽ വെച്ചിരിക്കുന്നത്, നമ്മുടെ കയ്യിലേക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓഗസ്റ്റ് 15 ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ 30 വരെ ഇനിയും സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഇൻ ബിറ്റ്വീൻ 15 to 30, അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ആ കാറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കണോ? വാങ്ങാൻ പോകുന്ന ബയ്യർ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇല്ല, കാരണം നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ വണ്ടി ആയിട്ടില്ല അത്. അപ്പോൾ അതുവരെ എന്ത് ഡാമേജ് ഓർ എന്ത് റിസ്ക് ആ ഒരു വസ്തുവിന് വന്നാലും അത് നമ്മുടെ സെല്ലറിൻ്റെ ഉത്തരവാദിത്തത്തിൽ മാത്രമായിരിക്കും. ഈ ഒരു ഓഗസ്റ്റ് 30 നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പിന്നെയുള്ളത് നമ്മൾ ഏറ്റെടുക്കണമായിരിക്കും, ബയ്യർ ഏറ്റെടുക്കണമായിരിക്കും. പക്ഷെ അതിന് തൊട്ട് മുൻപ് വരെയുള്ള എല്ലാ റിസ്ക്കും നമ്മുടെ ബയ്യർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ്. ടൈപ്സ് ഓഫ് ഗുഡ്സ് നമ്മുടെ സെയിലിൻ്റെ കേസിൽ നമ്മൾ ഉടനടി പോയി പൈസ കൊടുക്കുന്നു, വാങ്ങുന്നു, ആ കാര്യം ആയതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ് മാത്രമേ അവിടെ വിൽപ്പന ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ എഗ്രിമെൻറ്റ് ടു സെൽ ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ ഗുഡ്സോ കണ്ടിൻജൻറ്റ് ഗുഡ്സോ ഒക്കെ അവിടെ വരാം. അപ്പോൾ അതാണ് നമ്മുടെ
സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ഡിഫറൻസ് ആയിട്ട് തന്നെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ചെറിയ മാർക്കിന് വാട്ട് ഈസ് മീൻ ബൈ എഗ്രിമെൻറ്റ് ടു സെൽ അങ്ങനെ ചോദിച്ചേക്കാം. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം. ഇതെന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതാൻ നോക്കണ്ട. അപ്പോൾ സെയിൽ ആൻഡ് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ല, നമ്മളിപ്പോൾ നേരത്തെയും കണ്ടു. ഉടനടി ഓൺ ദ സ്പോട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, അതാണ്. ഇനി അപ്പോൾ ഹയർ പർച്ചേസ് ആണ് നമുക്ക് അറിയേണ്ടത്. Hire purchase agreement is a contract where the buyer acquires the possession of the goods immediately and agrees to pay the total hire purchase price in installments. നമ്മൾ എല്ലാവരും ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് EMI എന്ന് പറയുന്നത് അല്ലേ. അതായത് ചെറിയ ചെറിയ അടവുകളായിട്ട് നമ്മൾ പൈസ അടയ്ക്കുന്നു, സാധനം നമ്മൾ വാങ്ങുന്നു. ഇപ്പോൾ ജാനുവരിയിൽ നമ്മൾ സാധനം വാങ്ങിച്ചു, ജാനുവരിയിൽ നമ്മളൊരു ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ആ ഒരു ഫോൺ വാങ്ങിച്ച സമയത്ത് ഉടനടി അത് നമ്മുടെ ആയിട്ട് മാറുവാണോ ഫോൺ? നമുക്ക് സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നു, അത് ശരിയാണ്. പക്ഷേ നമ്മൾ നെക്സ്റ്റ് മന്ത് മുതൽ, ഇപ്പോൾ ഫെബ്രുവരി മുതൽ നമ്മളതിൻ്റെ അടവ് മാസം 1000 രൂപ വെച്ചിട്ടോ എത്രയാണെങ്കിലും നമ്മൾ അങ്ങനെ കൃത്യമായിട്ടൊരു മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഈക്വലായിട്ട് നമ്മൾ അടച്ചടച്ച് പോവാണ്. അങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് എന്നാണോ നമ്മുടെ ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുന്നത് അന്നാണ് ശരിക്കും നമ്മുടെ പേരിലേക്ക് ആ വസ്തു ആവുന്നുള്ളൂ. അങ്ങനെയാണ് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഈക്വൽ എമൗണ്ടിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രൈസ് അടച്ചുകൊണ്ട് ഒരു വസ്തു നമ്മൾ വാങ്ങുന്നതിനെയാണ് ഹയർ പർച്ചേസ് എന്ന് പറയുക. അപ്പോൾ EMI തന്നെയാണ് അവിടെ ഓർക്കേണ്ടത് നിങ്ങൾ. ഇനി അടുത്തത് സെയിൽ ആൻഡ് ബെയിൽമെൻ്റ് ആണ്. സെയിൽ ഓൾറെഡി നമുക്കറിയാം, ഞാൻ അത് പിന്നെയും പറയുന്നില്ല. ബെയിൽമെൻറ്റ് നമുക്ക് നോക്കാം. ബെയിൽമെൻറ്റിൻ്റെ ഒരു ഫുൾ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിച്ചതാണ് സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ കേസിൽ. എന്നാലും സിമ്പിളായിട്ടൊന്ന് നോക്കാം നമുക്ക്. വൺ പേഴ്സൺ ടു അനദർ for some purpose upon a contract that they shall, when the purpose is accomplished, be returned or otherwise disposed of according to the directions of the person delivering them. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളൊരു വസ്തു ഒരാൾക്ക് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ കാറ് ഞാൻ കുറച്ച് ദിവസത്തിന് വേണ്ടി എൻ്റെ ഫ്രണ്ടിന് ഓടിക്കാൻ കൊടുത്തു, കുറച്ച് ദിവസത്തിന് വേണ്ടി. ഓക്കെ, അത് കഴിഞ്ഞാൽ എനിക്ക് ആ കാറ് തിരിച്ച് മേടിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അത് കൊണ്ടുതരണം, തീർച്ചയായിട്ടും കൊണ്ടുതരണം. പിന്നെ അവൻ ചോദിച്ചപ്പോൾ ഞാൻ കാറ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ കാറിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒന്നും അവൻ്റെ പേരിലേക്ക് ആക്കി കൊടുത്തിട്ടില്ല. കാർ അവൻ്റെ പേരിലേക്ക് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. സോ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി മാത്രം നമ്മളൊരു വസ്തു ഒരാൾക്ക് കൊടുക്കുന്നതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സെയിൽ ആൻഡ് മോർട്ട്ഗേജ് ആണ്. മോർട്ട്ഗേജും നമ്മളൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോർട്ട്ഗേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പണയം വെക്കില്ലേ, ഇപ്പോൾ ആധാരമൊക്കെ നമ്മൾ പണയം വെക്കുന്നതിനെയാണ്, ഒരു സെക്യൂരിറ്റി നമ്മൾ വെക്കുന്നതിനെയാണ് മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. So this is the important method of creating charge over securities. നമ്മളൊരു സംഭവം വെച്ചിട്ട് ഇപ്പോൾ ആധാരം വെച്ചു, നമ്മൾ അതിൻ്റെ മേലെയാണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ while granting loans and advances to borrowers, it is the method of creating charge on immovable properties like land and building. മെയിനായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഇമ്മൂവബിൾ മീൻസ് മൂവ് ചെയ്യാൻ പറ്റാത്ത ലാൻഡ്, ബിൽഡിംഗ് പോലെയുള്ള വസ്തുക്കളുടെ ആധാരങ്ങളൊക്കെ സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ പൈസ എടുക്കാറുള്ളത്. ഇതിനെ തന്നെയാണ് നമ്മൾ മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. പ്രൈസ് മീൻസ് ദ മണി കൺസിഡറേഷൻ ഫോർ എ സെയിൽ ഓഫ് ദ ഗുഡ്സ്. പ്രൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു വസ്തുവിൻ്റെ വിൽപ്പന നടത്തുന്ന സമയത്തും ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് പ്രൈസാണ്. ആ പ്രൈസിനെ നിശ്ചയിച്ചിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ അവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. പ്രൈസ് എപ്പോഴും നമ്മൾ മോണിറ്ററി ടേംസിൽ വേണം പറയാനായിട്ട്. അടുത്തത് എന്താണ് വാറൻറ്റി? A warranty is a stipulation collateral to the main purpose of the contract, the breach of which gives rise to a claim for damages but not to a right to reject the goods and treat the goods as repudiated. ഇവിടെ വാറൻറ്റി ഇപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്, ഈ വാറൻറ്റിയും ഗ്യാരൻറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ നോക്കാം. ഇപ്പം നമുക്ക് ആദ്യം ഗ്യാരൻറ്റിയുടെ കേസ് നോക്കാം കേട്ടോ. ഗ്യാരൻറ്റി, ഇപ്പോൾ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 ഇയറിൻ്റെ ഗ്യാരൻറ്റി ഉണ്ടെന്ന് പറഞ്ഞു.
1 ഇയർ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു നമ്മളൊരു ഫോൺ വാങ്ങിച്ച സമയത്ത്. ഗ്യാരണ്ടിയുടെ മീനിങ് ഈ 1 ഇയറിൽ എന്തെങ്കിലും ഡാമേജോ പ്രശ്നങ്ങളോ ആ ഫോണിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോൺ ഒന്നില്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും. അതായത് പുതിയൊരു ഫോൺ, ആ ഒരു ഫോണിന് പകരം പുതിയൊരു ഫോൺ തരും. അല്ലാന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തരും. അതിനെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഗ്യാരണ്ടി ഒരു ചെറിയ കാലയളവിലേക്ക് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കുറച്ച് മാസങ്ങൾ, 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്കൊക്കെ വരെയായിരിക്കും ചിലപ്പോൾ. അതിന് കൂടുതൽ നൽകുന്നവരുണ്ട് ചില പ്രൊഡക്റ്റിൻ്റെ കേസിൽ. കാരണം ഇത് റിസ്ക് ആണ് അല്ലേ. എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഫോൺ അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്ത് തരും, അല്ലെങ്കിൽ അതിൻ്റെ പൈസ തിരിച്ചു തരും എന്ന് പറയുന്ന സ്കീമാണ് ഗ്യാരണ്ടി. പക്ഷെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയും നമ്മുടെ അടുത്ത് 5 ഇയേഴ്സിൻ്റെ അല്ലെങ്കിൽ 10 ഇയേഴ്സിൻ്റെ വാറണ്ടി ഉണ്ട് എന്ന് അവർ പറയുവാണ്. വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഇയേഴ്സ് ഓർ 10 ഇയേഴ്സിൽ അതിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ആ ഫോണിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് റിപ്പയർ ചെയ്ത് തരും. അത്രേ ഉള്ളൂ. അത് റിപ്പയർ ചെയ്ത് തരും എന്നുള്ളതാണ്. അല്ലാതെ പൈസ തരുമോ അല്ലെങ്കിൽ പുതിയ ഫോൺ തരുമോ ഒന്നും തന്നെ ഇവിടെ ചെയ്യില്ല. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് റിപ്പയർ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് സോൾവ് ചെയ്ത് തരും. അത്രയാണ് വാറണ്ടിയുടെ കേസിൽ നടക്കുന്നത്. ഇതാണ് വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴും ഒരുപാട് പേർക്ക് അത് കൺഫ്യൂഷനാണ്. ഓക്കെ, സോ എ വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ കൊളാറ്ററൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്, ദ ബ്രീച്ച് ഓഫ് വിച്ച് റേസ് ടു ക്ലെയിം ഫോർ ഡാമേജസ് ബട്ട് നോട്ട് ടു റൈറ്റ് ദ റിജക്ട് ദ ഗുഡ്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. അല്ലാതെ എനിക്ക് നിങ്ങളുടെ ഈ ഒരു വസ്തു വേണ്ട, അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്തെങ്കിലും ഫോണിന് ഡാമേജ് ഉണ്ടെങ്കിൽ അവർ നമുക്കത് മാറ്റിത്തരും. അത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് എന്താണ് ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്? ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ഈസ് എ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ്. അതായത് നമ്മളൊരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിലാക്കി തരുന്ന ആ ഒരു എന്താ പറയുക ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറയുക. അപ്പം ഇറ്റ് എനേബിൾസ് ദ ഹോൾഡർ ടു റിസീവ് ദ ഗുഡ്സ് mentioned there in order to further transfer such right to another person by proper endorsement or delivery. Then അടുത്ത അപ്പോൾ ഇതൊരു പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ് ആണ്. അടുത്തത് എന്താണ് ഏർണസ്റ്റ് മണി? മണി ഡെപ്പോസിറ്റഡ് വിത്ത് ദ സെല്ലർ ബൈ ദ ബയർ as security for due fulfillment of the contract is called earnest money. As the contract is carried through, earnest money counts as part payment and only the balance of the price is required to be paid. അപ്പോൾ ഇവിടെ നമ്മുടെ ബയ്യർ, ഇപ്പം ഞാനൊരു എൻ്റെ കാറ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് വിൽക്കുന്നത്? അനൂനാണ് വിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയാണ് ഒരു 3 lakhs ആണ് ഞാൻ കാറിന് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനു പറയാണ് ഓക്കെ ഓഗസ്റ്റ് 30ക്കാണ് നമ്മളതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനു പറയാണ് ഒരു കാര്യം ചെയ്യാം, 1 lakh ഞാൻ ഇപ്പോഴേ തരാം. 1 lakh ഓഗസ്റ്റ് 16 തന്നെ തന്നിട്ടുണ്ട്. ബാക്കി 2 ലക്ഷം നമ്മുടെ ആ ഒരു ടൈം ആകുമ്പോൾ തരാം. അപ്പം അങ്ങനെ മുന്നേ നമ്മൾ പൈസ ഡ്യൂ ഫുൾഫിൽമെൻറ്റ് അല്ലേ, നമ്മൾ മുന്നേ തന്നെ പൈസ കൊടുത്ത് ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഏർണസ്റ്റ് മണി എന്ന് പറയുക. ബാക്കി ഓൺലി ദ ബാലൻസ് ഓഫ് ദ പ്രൈസ് ഈസ് റിക്വയർഡ് ടു ബി പെയ്ഡ്. അപ്പോൾ ആ ഒരു ബാക്കി പൈസ മാത്രം നമ്മൾ പിന്നെ അടച്ചാൽ മതി. ഇനി അടുത്ത നമ്മുടെ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാൻ, കൂടിപ്പോയ ഷോർട്ട് എസ്സേക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി പോയിൻറ്റ്സ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എക്സാമ്പിൾസ് ആയതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് കവീത് എംറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലെറ്റ് ദ ബയർ ബി വെയർ. അതെന്തായാലും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വസ്തു വാങ്ങാൻ പോവാണ്. അത് കാർ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഉപകരണങ്ങളായിക്കോട്ടെ, വാട്ട് എവർ, ഒരു വസ്തു നമ്മൾ വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ദ ബയർ, നമ്മളാണ് ബയർ അല്ലേ. സോ ദ ബയർ ടു ബി കെയർഫുൾ വൈൽ പർച്ചേസിങ് ദ ഗുഡ്സ് ആൻഡ് ഹി ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ദി ആർട്ടിക്കിൾ വിച്ച് ഹി ബൈ ഈസ് വൺ വിച്ച് ഹി വാണ്ട്സ്. നമ്മളൊരു വസ്തു വാങ്ങാൻ പോകുന്നതിന് മുൻപ് അതിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ബയർ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു വസ്തുവും നമ്മൾ മേടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ ഇഷ്യൂസ് വരും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദ ലെറ്റ് ദ ബയർ ബി വെയർ. ബയർ എപ്പോഴും അവെയർനെസ് ഉണ്ടായിരിക്കണം. ആ ഒരു ഗുഡ് എന്താണ്, അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെ ഡാമേജസ് വരാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം എന്ന് പറയുന്നൊരു ബയറിൻ്റെ ഡ്യൂട്ടി കാണിക്കുന്നൊരു ടേമാണത്.
അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. അപ്പോൾ ഇവിടെ റെഡിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്, അതാദ്യം നമുക്ക് നോക്കാം. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് മീൻസ് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് വെയറാസ് ദ പൊസഷൻ ഓഫ് ഗുഡ്സ് റെഫർ ടു കസ്റ്റഡി ഓർ കൺട്രോൾ ഓഫ് ഗുഡ്സ്. അതായത് ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാറ് വിൽക്കുന്നുണ്ട് ഇല്ലേ, അപ്പോൾ ആ കാറ് നമ്മൾ വേറൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് ആ കാറിൻ്റെ ഓണർഷിപ്പ് നമ്മൾ ആൾക്ക് കൈമാറും ഇല്ലേ. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നമ്മൾ ഓണർഷിപ്പ് കൈമാറുന്നുണ്ടല്ലോ ഇവിടെ. അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. ആൻ ഓപ്ഷൻ സെയിൽ ഈസ് എ പബ്ലിക് സെയിൽ ടു എനി പേഴ്സൺ ബിഡിങ് ദ ഹയസ്റ്റ് പ്രൈസ് അപ്പോൺ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രീവിയസ്ലി അനൗൺസ്ഡ്. ഓപ്ഷൻ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ലേലം വിളിക്കുന്നതിനെയാണ് നമ്മൾ ഓപ്ഷൻ സെയിൽ എന്ന് പറയുക. ഇപ്പോൾ ഒരു വസ്തു, ഇപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ കേസ് പറയാം. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലേലം വിളിക്കുവാണ്. അങ്ങനെ ലേലം വിളിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പ്രൈസ് അതിന് പറയുന്നുണ്ട്. ഒരു എന്താ പറയുക, 1,00,000 രൂപ, അല്ലെങ്കിൽ 50,000, 60,000, അങ്ങനെ ഒരുപാട് പേര് അതിനെന്ത് പറയുന്നുണ്ട്, പലതരത്തിലുള്ള റേറ്റുകൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഏതാണോ അതാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേലം വിളിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെ ബി എന്നുള്ള ഇതില്ല കേട്ടോ, ഓപ്ഷൻ സെയിൽ. അപ്പം ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ നമ്മളത് ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള. ടെക്സ്റ്റിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് എസ്സേക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് എഴുതുക, എക്സാമ്പിൾസ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് 17th ചാപ്റ്റർ. ഇനി നമുക്കൊരു 18ാമത്തെ ഒരു സൈബർ ലോൻ്റെ ഒരു ചാപ്റ്ററും കൂടിയാണ് മെയിനായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പം ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.